തൃശ്ശൂരിൽ ഇന്നിപ്പോ വിരണ്ടോടിയ ആനയെ കൊണ്ടൊരു ഗുണമുണ്ടായി. ആ ആന ഓടിയത് കാരണം ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം അതിൽ മത്സരിച്ച ബി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒട്ടകം ഗോപാലകൃഷ്ണൻ തൃശ്ശൂരിൽ പുതിയ വീട് വയ്ക്കുന്നു എന്ന വിവരം പുറത്തു വരികയാണ്. നോക്കണേ, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം പിന്നിടുമ്പോൾ മത്സരിച്ച സ്ഥാനാർത്ഥി പുതിയ വീട് വയ്ക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല. ആന വിരണ്ടോടിയപ്പോ പുതിയ വീടിന് നാശനഷ്ടമുണ്ടായത്രേ. ശ്രദ്ധിക്കുക, ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ മത്സരിച്ച ഉടനെ വീട് വയ്ക്കാനൊക്കെ പണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് കിട്ടി എന്ന് നമുക്ക് സ്വാഭാവികമായി സംശയിക്കേണ്ടി വരാം. അപ്പോ പ്രതികരണത്തിലേക്ക്. അതാണ് ഈ ആന എങ്ങനെ പോവുക, ആനയുടെ പിന്നാലെ നാട്ടുകാരും പത്രക്കാരും. താങ്കളുടെ വീടിന് മുമ്പിൽ 4 ബൈക്ക് തന്നു. എന്റെ വീട്ടിലെ പണിക്കാരാണ്. എന്റെ വീട്ടിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന 4 പണിക്കാരുടെ ബൈക്കുകളൊക്കെ അടിച്ച് തകർത്തു. എന്റെ വീടിന് മുമ്പിലത്തെ മറ്റേ വാതിലാണ് പൊളിച്ചത്. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഷ്ടം തന്നെ. വാതില് പൊളിച്ചു അത്രേ. ഏത് കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു പാവപ്പെട്ടവന്റെ ആണെങ്കിൽ നമുക്ക് കേൾക്കാമായിരുന്നു. ആന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വികാരമാണ് എന്ന് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് നടന്ന ടീംസാണ്. ആ ആന വിരണ്ടോടി ഇതൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ മുന്നിൽ തൊഴുത് നിന്ന് ആ അനുഗ്രഹം ഏറ്റുവാങ്ങേണ്ടതാണ് സംഘികൾ ചെയ്യേണ്ടത്. കാര്യം ഏതെങ്കിലും വ്യക്തി ഈ ആനയെ പിടിച്ചു കെട്ടിയിരുന്നെങ്കിൽ അയ്യോ ഞങ്ങളുടെ ആചാരം സംരക്ഷിക്കുന്നേ, ഞങ്ങളുടെ ആനയെ വേട്ടയാടുന്നേ എന്ന മോങ്ങലുമായിട്ട് രംഗത്ത് വന്നേനെ. കാട്ടിൽ നിന്ന് ആന ഇറങ്ങി ഈ നാട്ടിൽ മനുഷ്യരെ കൊന്നാൽ വലിയ പ്രശ്നമാണ്. പക്ഷെ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോ ഇത് വല്ല എഴുന്നള്ളത്തും ആയിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. ഇത് തൊഴിയിക്കാൻ കൊണ്ടുവന്ന ആന അതൊന്ന് വിരണ്ടോടിയതാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. അപ്പോ ഇതിപ്പോ വെറും ആനയായി മാറിയിരിക്കുകയാണ്. ആനയുടെ യഥാർത്ഥ പേര് നിങ്ങൾ കേട്ടില്ലേ? ശിവലക്ഷ്മി അയ്യപ്പൻ. ശിവലക്ഷ്മി അയ്യപ്പൻ അല്ല, വെറും ആന. അതാണ് ഇവരുടെ മനോഭാവം. അത് തൊഴാൻ കൊണ്ടുവന്ന സമയം ഒരു കാര്യം ആലോചിക്കുക. ഈ ആന വളർത്തുന്നവനും സംഘികളൊക്കെ എത്രമാത്രം ചിന്താശേഷി ഇല്ലാത്തതാണെന്ന് തിരിച്ചറിഞ്ഞോളൂ. കാര്യം മനുഷ്യന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് ഈ ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ, അവിടെ പോവുക എന്ന് പറയുന്നത്. കാട്ടിൽ വളർന്ന ഒരു ആനയ്ക്ക് എന്താണ് മനുഷ്യനുണ്ടാക്കി ഒരു ആചാരത്തിൽ വിശ്വസിക്കുന്നു, അവൻ തൊഴുന്നുവെന്നൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ സംഘികളെ എന്താണ് വിളിക്കേണ്ടത്? ഇവർ നിർബന്ധിച്ച് അതിനെ കൊണ്ടൊരു പണി എടുപ്പിക്കുന്നു. ആ പണി അതിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അത് വിരണ്ടോടി ഈ നാട്ടിലെ ആനപ്രേമികളുടെ നാട്ടിൽ തന്നെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. അതിനെ എന്തായിട്ട് കാണണം? അത് ശിവലക്ഷ്മി അയ്യപ്പന്റെ അനുഗ്രഹമായിട്ട് കാണാതെ ഞങ്ങൾക്കതിൽ കോമ്പൻസേഷൻ വേണമെന്നുള്ളതിലേക്ക് മന്ത്രിമാരെടുത്തു വരെ പോയി നിന്ന് ഗോപാലകൃഷ്ണൻ ബഹളമുണ്ടാക്കുന്നത് കാണാനിടയായി. എന്തായാലും നഷ്ടപരിഹാരമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ആനകളെ നാട്ടിൽ കൊണ്ടുവന്ന് ഇത്തരം പരിപാടികൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത് നല്ലതാണെന്നാണ് പറയാനുള്ളത്. കാര്യം ആ നാട്ടിലുള്ള ബാക്കിയുള്ള ജനങ്ങൾക്കല്ല, BJPയുടെയും ആചാര സംരക്ഷകർക്ക് ഇത് ആവശ്യമാണ്. കാര്യം അവരാണല്ലോ ഇത് വേണം എന്നുള്ളതിലേക്ക് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത്. ആ നിലയ്ക്ക് ഗുരുവായൂരിൽ മത്സരിച്ചതിന് ശേഷം എവിടെന്നോ കോടികൾ വന്ന് തടഞ്ഞപ്പോൾ അത് പുതിയ വീടായി മാറുന്ന സന്ദർഭത്തിൽ വടക്കുംനാഥന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് വടക്കുംനാഥൻ ആ ആനയെ ഓടിച്ച് നേരെ ഗോപാലകൃഷ്ണന്റെ വീട്ടിലേക്ക് തന്നെ വിട്ടതെന്ന് സംശയിക്കേണ്ട അവസ്ഥയാണ്.